ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന നൂഡിൽസ് വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന രുചിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. മൈദ മാവ് 1 കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിൽ ഞാൻ 1/2 കപ്പോളം തന്നെ ആട്ടപ്പൊടി, സാധാരണ ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കണം. ഇനി ചെറിയ ചൂടുള്ള വെള്ളത്തിൽ 1/2 കപ്പോളം വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ. അപ്പോൾ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത് മൈദയും ഗോതമ്പ് പൊടിയും. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനി ഇതിനെ നമുക്കൊരു സേവനാഴിയിലേക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കണം. അപ്പോൾ സേവനാഴിയിൽ നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പലതരം അച്ചുകളുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിനെക്കാട്ടിൽ കുറച്ച് വലിപ്പമുള്ള അച്ചുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറുത് വേണേലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിനായിട്ട് കുറച്ച് വലുതാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇതിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് എങ്ങനെയാണ് ഈ അച്ച് ഇട്ടിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ സ്പെഗറ്റിയൊക്കെ വാങ്ങിക്കില്ലേ, അതുപോലെ കുറച്ച് വലുതാണ് കേട്ടോ. കണ്ടില്ലേ, ഇത്രയും ഹോളുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതാണേലും കുഴപ്പമില്ല, വലുതാണേലും കുഴപ്പമില്ല. ഇനി ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു രീതിയിൽ നമ്മൾ സാധാരണ എങ്ങനെയാണോ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾക്കിതിൽ ഒട്ടും തന്നെ പണിയില്ല, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. മുട്ടയൊന്നും ചേർക്കണ്ട. അതല്ലാതെ തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആദ്യം ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. 1-2 തവണ ഞാൻ ഇതുപോലെ സേവനാഴിയിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് ഇടയിലൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതിൽ ഞാൻ ഒട്ടും തന്നെ എണ്ണയൊന്നും തന്നെ ചേർത്തിട്ടില്ല. ഇതിലേക്ക് ഇടുന്ന പൊടിഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല കേട്ടോ. നമുക്കിത് ഒരുപാട് വില കൊടുത്ത് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നൂഡിൽസാണ്. അതിപ്പോൾ വെന്തിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തിളച്ച് കഴിഞ്ഞാൽ ആയിട്ടുണ്ടാവും. ഇനി ഇതിനെ നമുക്ക് ഒന്ന് വാർത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അടിയിൽ ഞാൻ വേറെ പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ തിളച്ച് നല്ല പാകമായി വന്നിട്ടുള്ള നൂഡിൽസിൽ ഇട്ട് കൊടുത്ത് കുറച്ച് സാധാരണ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 സ്പൂണോളം സൺഫ്ലവർ ഓയിലും പിന്നെ ഞാനൊരു 200 ഗ്രാമോളം ചിക്കനാണ് കേട്ടോ. എല്ലില്ലാത്ത ചിക്കൻ ചെറുതായി മുറിച്ച് ഉപ്പും മഞ്ഞളും തേച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. ഇത് ഓപ്ഷനിലായതുകൊണ്ടാണ് ഞാനിത് കാണിക്കാതിരുന്നത്. ഉപ്പും മഞ്ഞളും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കടായിൽ നിന്ന് ഇതിനെ മാറ്റാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാതെയാണ് കേട്ടോ ഇത് എടുത്ത് മാറ്റുന്നത്. ഇനി അതേ കടായിൽ തന്നെ നമ്മൾക്ക് ഈ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ച് ചിക്കൻ റെഡിയാക്കിയത്. ഇനി ഞാനിവിടെ ഒരു 1/2 സ്പൂണോളം ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതും ഓപ്ഷനിലാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 5ഓളം വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. കുറച്ച് വലിയ അല്ലിയായിരുന്നു വെളുത്തുള്ളി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് കൂടുകയും കുറയും ചെയ്താലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുത്തൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 1/2 സ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള ഉണക്കമുളകും 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത് ഇതിലേക്ക് ഇടുന്നൊന്ന് മൂത്ത് വരണം കേട്ടോ, ഈ ഉണക്കമുളകും കുരുമുളക് പൊടിയും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയാണ്, അത്യാവശ്യം വലിയ സവാളയാണ്. ഒരു ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ ക്യാരറ്റാണ് കേട്ടോ. ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റും ഞാൻ ഓപ്ഷനിലായിട്ടാണ് പറയുന്നത്. പൊതുവേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തു വിടാവുന്നതാണ്. നൂഡിൽസൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി വെച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ചാലും മതിയാവും. ഞാൻ അങ്ങനെ ചെയ്തെടുക്കാറുണ്ട്. ഇതിപ്പോൾ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം, ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 സ്പൂണോളം സോയാ സോസും 1/2 സ്പൂണോളം ഒറിഗാനോ ആണ് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിസ്സ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നതാണ്.
ഒറിഗാനോ അത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെറൈറ്റി നൂഡിൽസും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ ഒരുപാട് ഫ്രൈ ആക്കരുത്. അപ്പോൾ ചിക്കനും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു നൂഡിൽസ് നന്നായിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. നൂഡിൽസ് വേവിച്ചൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് വാർത്തെടുക്കുമ്പോൾ അതിൻ്റെ മേളിൽ നമ്മൾ സാധാരണ ഫിൽറ്റർ ചെയ്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ചൂടില്ലാത്ത നല്ല തണുത്ത വെള്ളം, എന്നാലാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കുകയുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ രുചികരമായിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കുകയും ചെയ്യാം. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ 1-2 ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്, കുറച്ച് റിച്ചായിട്ട് കഴിക്കാൻ വേണ്ടി. ഇത്ര മതിയെങ്കിൽ ലഞ്ച് ബോക്സിലേക്ക് ഇതാണ് നല്ലത്. ഇനി ഞാനിവിടെ വളരെ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം ചീസ് ഇതിൻ്റെ മേലിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ചീസ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷനിലാണ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പാസ്തയൊക്കെ ഉണ്ടല്ലോ, അത് കഴിക്കുന്ന ഒരു ഫീലാണ് ഇതിന്. അപ്പോൾ കുറച്ച് ചീസ് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇതുപോലെ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. പെട്ടെന്ന് തന്നെ ആയി വരികയും ചെയ്യും. നമ്മൾ ഈ കടായി ചൂട് കട്ടിയുള്ള കടായിയാണ്. അപ്പോൾ ഇതിൻ്റെ ചൂടിൽ തന്നെ ഇത് അത്യാവശ്യം ആയി വരും. കുറച്ച് ഒറിഗാനോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഉണക്കമുളകും 1 സ്പൂണ് ഇതുപോലെ തന്നെ കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. 1 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഇട്ട് കൊടുത്ത് അടച്ച് വയ്ക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം. 1 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നല്ല കണ്ടാൽ തന്നെ നല്ല രുചികരമായിട്ടുള്ള, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള നമ്മുടെ ഹോം മെയ്ഡ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിസ്സ ഒക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഇതിങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.